അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. എന്തേ മുങ്ങിപ്പോയോ? ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് എവിടെയാണ്? നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? നോക്ക്, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഹലോ ഗായ്സ്, അപ്പോൾ എയർ ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ മുളന്തുരുത്തിയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ പോണം. സ്ട്രെയിറ്റ് നല്ലൊരു കയറ്റമാണ്. ആ കയറ്റം കയറി വരുമ്പോ തന്നെ നല്ലൊരു ചർച്ചാണ് നമുക്ക് കാണുന്നത്. രാവിലത്തെ ആ ഒരു സൂര്യപ്രകാശത്തിൽ കാണാൻ എന്ത് ഭംഗിയല്ലേ. നല്ലൊരു വ്യൂ, നല്ലൊരു പള്ളി. ഈ ഒരു വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വീടുകൾ കാണാം അല്ലേ. നല്ല പച്ചപ്പും നല്ല സൂപ്പർ വീടുകളാണ് എല്ലാം. അപ്പൊ നമ്മളിപ്പോ പിറവം എത്തി. പിറവം ബ്രിഡ്ജിലെത്തി. നിറയെ വെള്ളമുണ്ട്. മഴ ആയിരുന്നത് കൊണ്ട്. ഇത് മാർക്കറ്റ് റോഡാണ് അല്ലേ? പിറവം മാർക്കറ്റ് റോഡ്. അതെ അതെ. പോർച്ചുഗൽ പിന്നെന്താരം. നമ്മൾ ഡ്രൈവിംഗ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നറിയാമോ? നമുക്ക് ഇതില് ഒരു മൈലേജിന്റെ ഇത് കാണിക്കും കേട്ടോ. അതായത് 1 ലിറ്ററിൽ എത്ര കിലോമീറ്റർ പോകുന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. നമ്മൾ ഓരോ പ്രാവശ്യം ആക്സിലേറ്റർ കൊടുക്കുമ്പോഴും അത് കാണിക്കും. ഇപ്പൊ ഒരു 17.9 എഴുതിക്കും കേട്ടോ. 27. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് അത് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് മിനിമം ആക്സിലേറ്റർ കൊടുത്തും അനാവശ്യ ബ്രേക്കിംഗ് ഒഴിവാക്കി. ബ്രേക്കിങ്ങിനുള്ള സമയത്ത് ബ്രേക്ക് ചെയ്യണം. അനാവശ്യമായി ബ്രേക്ക് ചെയ്യാതെ നമുക്ക് എത്ര ആവശ്യമുണ്ടോ, എത്ര ഗിയറുണ്ടോ അത്രമാത്രം ആക്സിലേറ്റർ കൊടുത്ത് കറക്റ്റായ ഗിയറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് നല്ല മൈലേജും നല്ല കാര്യക്ഷമതയും കിട്ടും. പിന്നെ വണ്ടി ആവശ്യമില്ലാതെ വണ്ടി റൺ ചെയ്യുന്നില്ലല്ലോ. കാരണം നമ്മൾ ഒരുപാട് ആക്സിലേറ്റർ എടുത്ത് റൺ ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് നമ്മൾ ബ്രേക്ക് കെട്ടി സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആവശ്യമുള്ള ആക്സിലേറ്റർ കൊടുത്തിട്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ രീതിയിൽ വേണം. അപ്പോൾ ചെറുതായിട്ടുള്ള ആക്സിലേറ്റർ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിങ് നല്ല രസമുണ്ടല്ലേ. കൊള്ളാല്ലേ. ഇലഞ്ഞി എന്തോ മഠമാണെന്ന് തോന്നുന്നത്. നമ്മളിപ്പോ ഇലഞ്ഞി ജംഗ്ഷനാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇനി ഇടത്തേക്ക് പോണം. പിന്നെ ഇനി കുറച്ച് പോയിട്ട് വലത്തേക്ക്. നേരെ പോയി കഴിഞ്ഞാല് വലത്തേക്ക് ശബരിമല റൂട്ട് അല്ലേ. ഇവിടെയൊക്കെ എവിടേക്ക് നോക്കിയാലും ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ്. നമുക്ക് എന്ത് രസമായിട്ടാണല്ലേ വീടിന് ഫ്രണ്ടിലൊക്കെ ഗാർഡൻ ഒക്കെ ചെയ്തേക്കുന്നത്. നല്ല ഒരുപാട് നല്ല നല്ല വീടുകളും. നല്ലൊരു അമ്പലം അല്ലേ. നല്ല പൈനാപ്പിൾ തുണി. ജാതി ഉണ്ട്. ജാതി ചോദിക്കല്, പറയരുത്, പറിക്കരുത്. ഇത് മാംഗോസ്റ്റിനാണ്. നോക്കി ടെറസ് ഫാമിംഗ് പോലെ തട്ടായിട്ട് പൈനാപ്പിൾ. ഇതിപ്പോഴാണ് നമ്മൾ അങ്ങോട്ടൊക്കെ കുറഞ്ഞത്. കാര്യം മുമ്പ് ഈ റബ്ബറിന്റെ പ്ലാറ്റ്ഫോമിൽ പൈനാപ്പിളിന്റെ കൂടെ തന്നെ നടക്കുന്നത്. പൈനാപ്പിൾ നമുക്കും അങ്ങനെ തന്നെ ആയിരുന്നു. നല്ല പാമ്പും കാണും. എത്ര തലയുള്ള തെങ്ങല്ല, പണ്ട് ബോട്ടണിയുടെ പഠിച്ചിട്ടുള്ള എന്തോ ഒരു പേരായിരുന്നു, മറന്നുപോയി. വായിൽ കൊള്ളാത്തൊരു പേരാണ്. വായിൽ കൊള്ളുന്ന പേരൊക്കെ തന്നെ ഇതിന്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ബോട്ടണിയുടെ ഇതില്. ഇവിടെ രണ്ടുപേരും എന്തേ കമൽന്ന് കിടന്നതേ ഉറങ്ങുന്നു. ഇതിപ്പോ മോനിപ്പള്ളി. ഇവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയം, ഇടത്തോട്ട് പോയാൽ മൂവാറ്റുപുഴ. നമുക്കിപ്പോ കോട്ടയം സൈഡിലേക്കാണ് പോവേണ്ടത്. ഇവിടത്തെ ഓരോ വീടിന്റെ ഒക്കെ മതില് തന്നെ നോക്ക് അല്ലേ. നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത്
പതിയെ പതിയെ ഇനി കേരളത്തിലെ വീടുകൾ മൊത്തം ഇങ്ങനെ അങ്ങോട്ട് മാറും. ഒരറ്റത്ത് നിന്ന് ശരിയായിട്ട് ശരിയായിട്ട് ഇവിടെ ലെഫ്റ്റ്. അപ്പൊ നമുക്ക് ഈ അവിടെ ചെളിയാണ്. പശു അപ്പോഴും നമ്മള് ഒരു പച്ചപ്പും ഹരിതാപവും ഉള്ള ഒരു സ്ഥലം നോക്കി നിർത്തിയേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പാമ്പെങ്ങാനും ഉണ്ടാവോന്നാണ് പേടി. അന്ന് നമ്മൾ അന്നും വയലിൽ കണ്ടതാണത്. രണ്ടെണ്ണം ഉണ്ട്. ദേശാടന കിളികളടി ഇതാ നിൽക്കുന്ന സാധനങ്ങളാണ്. ആ കൊക്ക് കണ്ടോ? അത് നോർമൽ കൊക്കല്ല, അത് കണ്ടോ? സാധനം കണ്ടോ? സാധാരണ കൊക്കല്ല, അതിന്റെ ചുണ്ട് കണ്ടോ? ദേശാടന കിളികൾ എന്തോ. ഈ പൂ അറിയാവോ? തൊട്ടാവാടി. വയലിന്റെ അവിടെ ഇതാണ്ട് അത് ഇപ്പുറത്ത് ക്ലിയർ ആയിട്ട് വന്നു കണ്ടോ? അറിയില്ല എന്താന്നറിയില്ല. ഇടയ്ക്ക് ഒരു ദിവസം കണ്ടായിരുന്നു അല്ലേ? നല്ല അടിപൊളി പച്ച ഇറങ്ങാൻ പറ്റുമോ അങ്ങോട്ടേക്ക്? വെള്ളം കാണും. ഇത് അതുവഴി എന്തോ പോവാൻ വഴിയുണ്ട്. അതൊരു തോടുണ്ട് കേട്ടോ, ചെറിയ തോടുണ്ട്. അതെ, രണ്ട് സൈഡിലും. അതാണ് ആ പശുവിന്റെ സൈഡിൽ. കണ്ടത്തിലെ രണ്ട് പശുക്കള്, അതിന് കൂട്ടായിട്ട് ഒരു കൊക്കും. ഇവരെയൊക്കെ ചെളി. കുഴപ്പമില്ല. ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരിക്കടാ. കൊണ്ടുവരട്ടോ, രണ്ടുപേരും അവിടെ ഇരുന്നോ കേട്ടോ. മാമ ഉണ്ട് കേട്ടോ. ഫുഡ് കൊണ്ടുവരാം. നമുക്ക് നല്ല അടിപൊളി സാമ്പാറുണ്ട്. അടിപൊളിയാണെന്ന് നമ്മൾ കഴിച്ചിട്ട് പറയും. ഇഡലി ഉണ്ടലി അടക്കരുത് മക്കളെ, തട്ടിയിടല്ലേ. പിടിച്ചോണേ. അടക്കട്ടാ. വിശക്കുന്നുണ്ടോ മക്കളെ? കേവിയോ ചേമ്പലയിൽ വെള്ളം വീഴുന്നുണ്ടോ? കണ്ടാ, വെള്ളം നിക്കില്ല, അത് ചേമ്പലയാ. അപ്പോ നമ്മുടെ സ്പെഷ്യൽ ഇഡലി. ദൊഡ്ഡലി ഒന്നുമല്ല. എല്ലാവർക്കും അപ്പൊ ഇതിൽ വെച്ചാ മതിയോ? അതിൽ വെക്കാം, ഒരുമിച്ച് കഴിക്കാം. നാം ഒന്ന്, നമുക്കൊരു പ്ലേറ്റ്. അടുത്തായി സാമ്പാർ തട്ടുകളയുന്നതാണ്. അമ്മ എടുക്കാം. നമുക്ക് ഇതിലേക്ക് സാമ്പാർ അങ്ങ് ഒഴിക്കുക. നിക്ക് മോനെ, തട്ടിയിടരുതേ. കഴിക്കാം. വിശപ്പുണ്ടോ? ഓക്കെ, കഴിച്ചോ. അപ്പൊ കഴിച്ചു നോക്കിയേ, കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞേ. കൊള്ളാം. എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മള് ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ? ഫുഡ് കഴിച്ചിട്ട് വരാം. നിറയെ ബട്ടർഫ്ലൈ നോക്ക്. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. പശുവാണോ പോത്താണോ അത്? പോത്താന്ന് തോന്നുന്നു. അതാ കുഞ്ഞ് അരുവിയിലിറങ്ങി വരുന്നുണ്ടോ? കോഴിയൊന്നും അല്ലടാ, അത് പോത്തായിരുമേ. വേണ്ടി മോള് നടന്നു വരണ വെള്ളത്തിൽ കൂടെ വെള്ളത്തിൽ കൂടെ നടന്നു വരുന്നു. അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. എന്തേ മുങ്ങിപ്പോയോ? മുങ്ങിപ്പോയില്ല. അതുവരെ ഉള്ളു. സൗണ്ട് കേട്ടിട്ട് നിന്നെയാണോ? ഒരു പൊന്മാൻ ഇരിക്കുന്ന അവിടെ, അതുകൊണ്ട് കുഞ്ഞാല് വലുത് നടണണ്ട. പൊളി സ്ഥലം.
അപ്പൊ നമ്മൾ ഇന്നുള്ളത് എവിടെയാണ്? നമ്മളിപ്പോ ഇങ്ങോട്ടാ പോകുന്നേ നോക്ക്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ നമ്മൾ വാഗമണ്ണിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ ഒരു കാഴ്ച കണ്ട് നമ്മളിവിടെ നിർത്തിയതാണ്. നോക്കി എന്ത് പ്രകൃതി സുന്ദരമായ സ്ഥലമാണെന്ന് നോക്കിയല്ലേ, എന്ത് ഭംഗി, നല്ല പുഞ്ചപ്പാടം, നല്ലൊരു പച്ചപ്പുള്ള നല്ലൊരു സ്ഥലം. ഓക്കെ പോയിക്കോളൂ. ആ ഒരു ബട്ടർഫ്ലൈ, ഇന്ന് ഫുൾ യെല്ലോ ബട്ടർഫ്ലൈ ആണല്ലോ, ഓരോരുത്തർ യെല്ലോ ഇട്ട് ഇറങ്ങിയപ്പോ. ബട്ടർഫ്ലൈ വരെ നമ്മള് മാച്ചിനാ പോകുന്നത്. ഇപ്പൊ പാലയിൽ നിന്ന് നേരെ തൊടുപുഴ, മൂവാറ്റുപുഴ, ഈരാട്ടുപേട്ട റോഡിലേക്ക് തിരിഞ്ഞു നമ്മള്. കമുക് കിടക്കുന്നുണ്ട്, കമുകിൻ പാടം, കമുക്, റബ്ബർ എല്ലാം. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഫുൾ കൃഷിയാണ് അല്ലേ. വാഗമൺ നേരെ പോയി ട്വിസ്റ്റ്, ഇവിടെ നിന്ന് ഈരാറ്റുപേട്ട ലെഫ്റ്റ്. KSRTCയുടെ ബസ് സ്റ്റാൻഡാണ് പാലം. ആണ് ഭരണങ്ങാനം പള്ളി. ഇപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അൽഫോൻസാമ്മയുടെ ഖബറടമുള്ള പള്ളിയാണിത്. JCB പോലീസ് ഓടിച്ചു ആ ദൂരത്ത് കാണുന്ന ആ ഒരു മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. വാഗമൺ ഹിൽസ്. നമുക്കിനി ഇവിടെ നിന്ന് 25 കിലോമീറ്റർ അല്ലേ? ഇത് പുല്ലല്ലടാ, ഇത് പൈനാപ്പിൾ ഉണ്ടല്ലോ, പൈനാപ്പിൾ കൃഷിയാണിത്. അതിലില്ലടാ, ഒന്നും പോലും ഇല്ലാന്ന് തോന്നുന്നു, സീസൺ ആയിട്ടില്ല. അടിപൊളിയാ, വെയിലത്ത് നമുക്ക് നല്ലോണം കാഴ്ച കാണാം. മുട്ടക്കുതിന് മണ്ടേ കയറി പോവാം. ഇങ്ങോട്ടെന്നല്ലേ കാണിച്ചത്? വെള്ളച്ചാട്ടത്തിനുള്ള വഴിയുണ്ട്. എന്തോ മാർമല അരുവി, ഇത് തന്നെയാണ് ലെഫ്റ്റ് സൈഡില്. പൈനാപ്പിൾ കൃഷി. നമ്മൾ ഏതൊക്കെയോ സിനിമയിൽ ഈ ഒരു സ്ഥലം കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഡ്രോൺ വ്യൂല് സൂപ്പർ ആയിരിക്കും അല്ലേ? നമുക്ക് ഇങ്ങോട്ട് വരാൻ യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ പോയി നോക്കണം. അല്ലാതെ നമ്മൾ ഇപ്പോഴും എല്ലാവരും വാഗമണ്ണിൽ പോകും, നമ്മൾ നേരെ വാഗമണ്ണിലൊക്കെ പോയിട്ട് വരും. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ ഒക്കെ കവർ ചെയ്ത് നമ്മൾ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ യാത്ര മനോഹരമാകും. എത്ര 5 കിലോമീറ്റർ ഉണ്ടോ? കേക്ക് ഇട്ടേക്കുന്നുണ്ടോ? കേക്ക് 5 കിലോമീറ്റർ എന്നാ പറഞ്ഞു കേട്ടോ. ചേട്ടൻ പറഞ്ഞ നേരെയൊക്കെ പോയാൽ മതി. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം. തേക്കുണ്ട് ഇഷ്ടംപോലെ ഇവിടെ. തേക്ക് നട്ടേക്കോ, തേക്ക്, ജാതി, കിളിയുടെ സൗണ്ട് കേട്ടാ കേട്ടാ. ഗൂഗിളിൽ പെട്ടേ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഫുൾ ചീവീടിന്റെ സൗണ്ട്. ഇപ്പൊ സമയം എത്രയാണെന്നറിയോ? സമയം ഇപ്പൊ 11 മണിയാകാൻ പോകുന്നേ ഉള്ളൂ. സമയം ഇപ്പൊ 11 മണിയാണ്. മഴക്കോളല്ല കേട്ടോ ഈ കാണുന്നത്. മഴക്കോളല്ല, നിറയെ മരങ്ങളായതുകൊണ്ട് അല്ല, ഇവിടെയൊക്കെ നല്ല ഇരുട്ടായി. വീടിന്റെ ഇതുണ്ടോ,
ഫുള്ള് തേനീച്ചേര പത്തായോ ആ, വീട്ടിന്റെ ശരിയാണ്. ഓരോ പില്ലറിലും തേനീച്ചേര കൂടെ കണ്ടാ ശരിയാ, നോക്കി സൂപ്പർ പരിപാടി കേട്ടോ. ശുദ്ധമായ ചെറുതേൻ, നാടൻ ചെറുതേൻ കിട്ടും ആ വീട്ടില്. ആണോ അടിപൊളി. ഓ രണ്ട് ബട്ടർഫ്ലൈ സൂപ്പർ സ്ഥലം കേട്ടോ. ഓ, റബ്ബറൊക്കെ ആണെന്ന് തോന്നുന്നു. ഓരോരുത്തർ മഞ്ഞ ഇട്ടപ്പോ മഞ്ഞക്ക് നോ എൻട്രി. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഈ വീട്ടിൽ കേരളം എന്നാണ് കേട്ടോ. വേറെ കുഴപ്പമില്ല. അപ്പോ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ മാലിന്യങ്ങൾ ഇടരുത്. നോക്ക് പാച്ച് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ നിന്നില്ലേ? ഞാൻ വാ സൂപ്പർ അല്ലേ? നമുക്ക് ഇവിടെ ഇറങ്ങി വെള്ളം എന്ന് പറഞ്ഞാൽ അടിപൊളി. കാട്ടിൽ കൂടെ വരുന്ന അടിപൊളി വെള്ളം. പുള്ളി പോയി അങ്ങനെ ചോദിക്കും. നല്ല കണ്ണീര് പോലത്തെ വെള്ളം അല്ലേ? നല്ല തണുപ്പും ഉണ്ട്. നോക്കിയേ ഫുള്ള് കണ്ണീര് പോലത്തെ വെള്ളം. കണ്ണീര് പോലത്തെ വെള്ളം. നോക്ക് തണുത്ത വെള്ളം കേട്ടോ. നീ ഇതുവഴി നടന്നു വാ. അച്ഛൻ ഇവിടെ നിന്ന് പിടിച്ചോ. നോക്ക് നോക്ക്. ഓ നടക്ക് നടക്ക്. നടക്കടി. പേടിക്കണ്ട നീ. അച്ഛണ്ട് പിടിച്ചോ. വാഴ 1 and 2 അറിയോ? സ്വന്തമായിട്ട് അവൾ നടന്നും പോകാനൊക്കെ പഠിക്കണം. വെരി ഗുഡ് പാച്ചൻ. ഗുഡ് ഗുഡ്. ജംപ്. വെരി നൈസ്. ജംപ് ജംപ്. വെരി ഗുഡ്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ വാഗമൺ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇറങ്ങിയ ഒരു സ്ഥലമാണ് ചാത്തപ്പുഴ തോടെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇവിടെ കണ്ടൊരു കുഞ്ഞു വാട്ടർഫോൾ ആണ്. അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ കരുതിയിരുന്നെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കായിരുന്നു. ഇപ്പൊ ഒരു ഫാമിലി വന്നിട്ട് അവരൊക്കെ കുളിക്കുന്നുണ്ട്. ഇപ്പൊ മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അല്ലെങ്കിൽ ക്ലിയർ വെള്ളമായിരിക്കും. നല്ല വ്യൂ, നല്ല തണുപ്പുമാണ്. വെള്ളം ഇങ്ങനെ. അപ്പൊ നമ്മൾ വാഗമണിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി ബാക്കി വാഗമൺ വിശേഷമായിട്ട് വരുന്നതാണ്.